പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ജലജയാണല്ലോ ഇപ്പോൾ അടുക്കള കയറി ഭക്ഷണമെല്ലാം പാചകം ചെയ്യുന്നതും അടുക്കളപ്പണി മൊത്തം നോക്കുന്നതും. ഇത് കണ്ട് വിഷമം തോന്നിയ നവ്യ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് ചോദിക്കുവാണ്, എല്ലാവരും ഉണ്ട്, അന്നേരം ചോദിക്കുവാണ്, അമ്മ എന്തിനാ ഇങ്ങനെ അടുക്കളയിൽ കിടന്ന് പണിയെടുക്കുന്നത്? എല്ലാവരുടെയും കൂടി ജോലി അമ്മ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം ജാനകി ചോദിക്കുന്നുണ്ട്, നിനക്ക് അത്രയ്ക്ക് വിഷമമായിരുന്നെങ്കിൽ നിൻ്റെ അമ്മായിമ്മയെ നിനക്കൊന്ന് സഹായിക്കാൻ മേലായിരുന്നോ എന്ന്. അന്നേരം നവ്യ പറയുവാണ്, അല്ല അമ്മ ഇപ്പോൾ ഇത്തിരി ആത്മാർത്ഥത കൂടുതൽ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയുവാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവൾക്ക് ആത്മാർത്ഥത കാണിച്ചേ പറ്റുള്ളൂ, അത് അവൾക്കറിയാം, അതുകൊണ്ടാണ് എന്നും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരുടെ മുറിയിൽ പോയി സംസാരിക്കുവാണ് നയനയും ദേവയാനിയും കൂടെ. അന്നേരം നയന പറയുന്നുണ്ട്, ആദർശേട്ടന് പ്രശ്നങ്ങളൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞപ്പോഴേ എനിക്ക് സമാധാനമായി, ഇനിയിപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം തീർത്തിട്ട് വന്നാലും മതിയായിരുന്നു എന്ന് പറയുമ്പം അവനിങ്ങ് വരട്ടെ മോളെ എന്ന് പറയുന്നുണ്ട് ദേവയാനി. അതായത് രാത്രിയിൽ ആദർശ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് അവർ ആ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആദർശ് വരുന്നതും കാത്ത് അവർ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. രാത്രിയിലാട്ടോ വരുന്നത്, അതുകൊണ്ട് ബാക്കി എല്ലാവരും കിടന്നു, അവരാരും ആദർശിനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ വന്നതിന് ശേഷം ആദർശ് അവരോട് പറയുന്നുണ്ട്, എല്ലാവരുടെയും മനസ്സിലിരിപ്പ് അറിയാൻ വേണ്ടി 2-3 ദിവസം ഞാനിവിടെ ഒളിച്ചിരിക്കാനാണ് തീരുമാനിച്ചേക്കുന്നത് എന്ന്. ഇവർ കള്ളത്തരങ്ങളെല്ലാം ഒളിച്ചു വെക്കുന്നത് പോരാഞ്ഞിട്ട് ഇപ്പോൾ ഒരാളെ തന്നെ അങ്ങ് ഒളിപ്പിച്ച് വെക്കാൻ തീരുമാനിച്ചേക്കുവാണ്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം ഇപ്പം ആദർശ് റൂമിലുള്ളത് കൊണ്ട് നയന റൂമിലിരിക്കുന്നതുകൊണ്ടായിരിക്കും നയനെ അന്വേഷിച്ച് റൂമിലേക്ക് വരുന്ന ജലജയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രൊമോ ആയിട്ട് കാണിച്ചത്.